EMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളിപ്പോൾ ഒരു ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ EMI അടയ്ക്കേണ്ടി വരുമല്ലോ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോർമുലയാണ് ഇപ്പോൾ പറയുന്നത്. PR ഇൻറ്റു 1+R ടു ദ പവർ A ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ 1+R ടു ദ പവർ N-1. വളരെ സിമ്പിൾ. ഇതിൽ P എന്താ, R എന്താ, N എന്താ? P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, R മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N ലോൺ പീരീഡ്സ് ഇൻ മന്ത്സ്. ഇയറിലല്ല കേട്ടോ, മന്തിലാണ്. നമ്മൾ EMI മന്തിലാണല്ലോ സാധാരണ അടയ്ക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടാണ് EMI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ദ EMI ഫോർ ₹2 lakh ഫോർ ദ ടെന്യൂർ ഓഫ് 2 years. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 20%. അപ്പോൾ ഉടനെ EMI ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് PR ഇൻറ്റു 1+R ടു ദ പവർ N ഡിവൈഡ് ബൈ 1+R ടു ദ പവർ N-1 എന്ന ഫോർമുല എഴുതാം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P യുടെ 2 lakh ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ R ഈക്വൽ ടു 20 പെർ ആനം എന്ന് പറഞ്ഞാൽ 20% പെർ ആനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മന്ത്ലി റേറ്റ് ആകുമ്പോൾ അതിനെ ഡിവൈഡ് ബൈ 12 ഇടുക. അപ്പോൾ 1.66%. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബൈ 100 ആണ്, അതുകൊണ്ട് 0.0166 എന്ന് എഴുതാം. N ഈക്വൽ ടു 2 years അല്ല, അപ്പോൾ 24. ഇനി അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും ₹10179. അത് എത്രയത്? 10179 10,179. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ പ്രോപ്പർട്ടി ഇൻവെസ്റ്റർ ടേക്സ് ഔട്ട് എ മോർട്ടേജ് ഓഫ് ₹5 lakh at an interest rate of 12% for 10 years. കമ്പ്യൂട്ട് EMI. അപ്പോൾ EMIയുടെ ഫോർമുല എഴുതുന്നു. ഇവിടെ P 5 lakh ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% എന്ന് പറയുന്നത് വെറുതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ഇയർലി പെർ ആനുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 1% ആയി. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബൈ 100 ആണ്, പെർ സെൻറ്റ് ബൈ 100. അപ്പോൾ 0.01. ആൻഡ് N ഈക്വൽ ടു 10 years എന്ന് പറഞ്ഞാൽ എത്ര മന്ത്? 120. ഇനി അതിലാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 7773.55 rupees എന്ന് കിട്ടും. ഈ ചാപ്റ്ററിൽ ഏകദേശം നമ്മൾ കഴിഞ്ഞു. നമ്മുടെ 4th മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി നമ്മൾ 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തോടുകൂടി നിങ്ങളുടെ എക്സാമും കഴിയുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ക്ലാസ്സുകൾ ഞാൻ പരമാവധി ഇനി നോട്ട്സ് എഴുതിയിട്ട് വീഡിയോ ക്ലാസ് തരാൻ നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ബ്രീഫാക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നാമത് സൂമിൽ ആകുമ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും എത്തുന്നില്ല എപ്പോഴും. പിന്നെ അത് മാത്രമല്ല, കൂടുതൽ സൂം ക്ലാസ്സുകൾ വരുമ്പോൾ വീഡിയോ ക്ലാസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ് മനസ്സിലാക്കാൻ, എൻ്റെ അഭാവത്തിലും. പക്ഷേ സൂം ഇങ്ങനെ കൂടുമ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് ആ വരുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടണുള്ളൂ. അതൊരു ബുദ്ധിമുട്ടുമാണ്. ഇതിൽ 2 ഫോർമുല കൂടി പഠിക്കാനുണ്ട് കേട്ടോ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് എൻ അന്വിറ്റി FV ഓഫ് A ഈക്വൽ ടു A ഇൻറ്റു 1+I ടു ദ പവർ N-1 ഡിവൈഡ് ബൈ I. ഇവിടെ A എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഇൻഡിവിജ്വൽ പേയ്മെൻറ്റ് ഇൻ ഈച്ച് കോമ്പൗണ്ടിങ് പീരീഡ്, I റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈച്ച് പീരീഡ് ഓഫ് ടൈം, N ഈസ് ദ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്സ്. വേറൊരു ഫോർമുല കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. അവിടെ I ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. I ഈസ് ഈക്വൽ ടു nth റൂട്ട് ഓഫ് FV ബൈ PV. അത് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ -1. റൂട്ടിൻ്റെ പുറത്താണ് -1 കേട്ടോ. ഇവിടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിച്ചു, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ഇപ്പോൾ സ്വർണം വാങ്ങിച്ചു, പക്ഷേ കുറേ വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഫ്യൂച്ചർ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാങ്ങിക്കുന്ന വാല്യൂ. ഓക്കെ, ഈ Iയുടെ ഫോർമുലയും ഫ്യൂച്ചർ വാല്യൂ ഓഫ് എൻ അന്വിറ്റിയും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. EMIയുടെയും ബൈ ഹാർട്ട് ചെയ്യണം. പ്രോബ്ലംസ് കൂടുതൽ EMIയിൽ നിന്നൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഓൾറെഡി ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ വീഡിയോ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. വീഡിയോ ക്ലാസ് കുറച്ചുകൂടി ഇഫക്റ്റീവ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.